ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നാണ് നമ്മുടെ പട്ടായയിലെ ഡേ 1. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് ഫ്ലൈറ്റൊക്കെ ഇറങ്ങി നന്നായിട്ട് കടന്നുറങ്ങി. ഇപ്പോൾ ഞങ്ങൾ നല്ല ഫ്രഷ് ആയിട്ട് വൈകുന്നേരം ഞങ്ങളൊന്ന് പൂൾ സൈഡ് വരെ വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം പൂളിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വേണം ഇനി പുറത്ത് കറങ്ങാനൊക്കെ പോകാൻ. അപ്പോൾ ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്തിട്ടുള്ളത് ജോംടെൻ ബീച്ചിൻ്റെ അടുത്തായിട്ട് സിറിൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് പൂളും നല്ല ബീച്ച് വ്യൂ, സൺസെറ്റ് വ്യൂ ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂളായിരുന്നു. സോ വി തോട്ട് വിൽ സ്പെൻഡ് സം ടൈം ഇൻ ദ പൂൾ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളൊരു 1.5 hours ഞങ്ങൾ പൂളിൽ തന്നെയായിരുന്നു. ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല, ഉള്ള ക്രൗഡൊക്കെ നല്ല അടിപൊളി ഫോറിൻ ക്രൗഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ബീച്ചിലൊക്കെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഒരു സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് വി തോട്ട് ടു ഹാവ് സം സ്ട്രീറ്റ് ഫുഡ് ദാറ്റ് വി ട്രൈഡ് സം ലോക്കൽ ഫുഡ്സ്. അവിടുത്തെ കുറച്ച് ലോക്കൽ ഫുഡ്സൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വി വെൻ ടു ബീച്ച്. അങ്ങനെ ബീച്ചിൽ കുറച്ച് നേരം തിരയണമെന്ന് വിചാരിച്ച് പോയിരുന്നു. രാത്രി സമയമാണ്, എന്നാലും ഞങ്ങൾ ബീച്ചിൽ പോയി കുറച്ച് കാറ്റൊക്കെ കൊണ്ട് നടന്ന് ഭയങ്കര ക്ഷീണമാണ്. ഓൾറെഡി ഇന്ന് ഭയങ്കര ടയർഡായിരുന്നു ട്രാവലൊക്കെ ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ബീച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു മാർക്കറ്റിൽ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിനല്ല, മെയിൻ ഷോപ്പിംഗ് മൊത്തം വി ഹാവ് ടു ഡു ഇൻ ബാങ്കോക്ക്. അപ്പോൾ നമ്മൾ പട്ടായയിൽ വലിയ ഷോപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കറങ്ങിയടിച്ച് കുറച്ച് സ്മോൾ ബ്യൂട്ടിഫുൾ ക്യൂട്ടായിട്ടുള്ള ഹെയർ ആക്സസറീസൊക്കെ മേടിച്ച് ഞാനിങ്ങനെ നല്ല പറന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഭയങ്കര കളർഫുൾ ആംബിയൻസ് ആയിരുന്നു, നല്ല വൈബായിരുന്നു, നല്ല മ്യൂസിക് എല്ലാ സ്ഥലത്തും കേൾക്കാം. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് ഞങ്ങൾ വിചാരിച്ചു വി വിൽ ടേക്ക് അവർ ഫുഡ് മസാജ്. അപ്പോൾ ഫുഡ് മസാജിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചു. നല്ല റേറ്റിംഗ് ഒക്കെ നോക്കി നല്ലൊരു സ്ഥലത്ത് ഞങ്ങൾ ഫുഡ് മസാജൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോയി. അതിന് മുന്നേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരുന്നു കേട്ടോ. വാക്കിംഗ് സ്ട്രീറ്റിൽ പോകാൻ ഒന്നും കൂടി ഞങ്ങൾ കളർഫുള്ളായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ വാക്കിംഗ് സ്ട്രീറ്റിൽ പോയി. പക്ഷേ ഇന്ന് നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനുള്ള പരിപാടിയില്ല. വിൽ ജസ്റ്റ് റോം അറൗണ്ട്. പിന്നെ നമ്മൾ ആ പട്ടായ എന്നൊക്കെ എഴുതിയ ആ ബീച്ചിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് തിരിച്ച് വരാനാണ് പ്ലാൻ. കാരണം ഓൾറെഡി ഭയങ്കര ടയർഡാണ്. അപ്പോൾ കുറേ നേരം ഇന്ന് എന്തായാലും സ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഒരു അറ്റത്താണ് ഈ ഒരു സ്പോട്ട് ഉള്ളത്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ നമുക്ക് നല്ല പട്ടായ എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്ന ദിവസം ഭയങ്കര ടയർഡായി ഞങ്ങളൊരു വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങളൊരു ക്യാഫേയിൽ നല്ല റിലാക്സ് ചെയ്ത് മ്യൂസിക്കൊക്കെ കേട്ട് ഞങ്ങൾ ഇരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. വീണ്ടും നാളെ കാണും വരെ ബൈ ബൈ ഗായ്.